ഗാസയിലേക്ക് UAE അയച്ച സഹായ ട്രക്കുകൾ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മേഖലകളിൽ വെച്ച് അജ്ഞാത സംഘങ്ങൾ കൊള്ളയടിച്ചു. പ്രവേശനം അനുവദിക്കപ്പെട്ട 24 ട്രക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്. UAEയുടെ ഗാസയിലേക്കുള്ള മാനുഷിക സഹായം കൈകാര്യം ചെയ്യുന്ന ഓപ്പറേഷൻ ഗാലൻ നൈറ്റ്സ് 3 ഉദ്ധരിച്ച് ഖലീജ് ടൈംസും ഗൾഫ് ന്യൂസുമാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. കടുത്ത യുദ്ധക്കെടുതി നേരിടുന്ന ഗാസ മുനമ്പിലേക്ക് 100-ലധികം സഹായ ട്രക്കുകൾ ഈ അറബ് രാജ്യം അയച്ചിരുന്നു. കൊള്ളയടിക്കപ്പെട്ട ട്രക്കുകളിൽ മാവ്, പാചകവാതകം, എണ്ണ, ഉപ്പ്, പഞ്ചസാര, ഭക്ഷണശാലകളിലെ ഭക്ഷ്യ സംസ്കരണത്തിന് ആവശ്യമായ വസ്തുക്കൾ എന്നിവ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ഖലീജ് ടൈംസ് പറയുന്നത്. ഇസ്രായേൽ സ്ട്രിപ്പിലേക്ക് സാധനങ്ങൾ നിറച്ച 103 ട്രക്കുകൾ അയച്ചെങ്കിലും 24 ട്രക്കുകൾ മാത്രമേ IDF കടത്തിവിടാൻ അനുവദിച്ചുള്ളൂ. അതിൽ 23 എണ്ണം കൊള്ളയടിക്കുകയും ചെയ്തു. എല്ലാ ട്രക്കുകൾക്കും അവിടേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു എങ്കിൽ കൂടുതൽ ആളുകൾക്ക് ആശ്വാസം ഉറപ്പാക്കിക്കൊണ്ട് അവയിൽ പകുതിയെങ്കിലും ഡെലിവറി സോണിൽ എത്താമായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ദുരിതാശ്വാസ സാമഗ്രികളുടെ ഒരു ട്രക്ക് എന്നത് ഒന്നിനും തികയാത്ത ഒരു അവസ്ഥയാണ്. മാത്രമല്ല, ഗാസയിൽ ഭക്ഷണം കിട്ടാതെ വലയുന്ന ആളുകൾ ഇതിലെ സാധനങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലുകൂടുകയും ചെയ്യും. ഉപരോധം നീക്കിയ തിങ്കളാഴ്ച മുതൽ കെരം ഷാലോം ക്രോസിംഗ് പോയിന്റിൽ നിന്ന് മാവും മെഡിക്കൽ സാധനങ്ങളും വഹിച്ചുള്ള 305 സഹായ ട്രക്കുകൾ ഗാസ മുനമ്പിലേക്ക് പ്രവേശിച്ചതായി ടെല്ലവീവ് പറയുന്നു. മേഖലയിലെ വിശക്കുന്ന പലസ്തീനികൾക്ക് ഭക്ഷണം നൽകാൻ പ്രതിദിനം കുറഞ്ഞത് 500 മുതൽ 600 വരെ ട്രക്കുകൾ സഹായം ആവശ്യമാണെന്ന് UN കണക്കുകൾ പറയുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇസ്രായേൽ ഗാസക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇസ്രായേലിന്റെ കണക്കുകൾ പ്രകാരം ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും 251 ബന്ദികളെ അവർ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. അതിനുശേഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 54,000-ഓളം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും ഗാസ ആരോഗ്യ അധികൃതർ അറിയിച്ചു. ഇപ്പോൾ ഇസ്രായേലുമായുള്ള യുദ്ധം തുടരുന്നതിനിടെ ഗാസയിൽ ഹമാസ് കടുത്ത പ്രതിസന്ധി നേരിടുകയാണെന്നും റിപ്പോർട്ടുണ്ട്. 2 വർഷത്തോളമായി തുടർന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രായേൽ വധിച്ചിരുന്നു. യുദ്ധം ഇപ്പോഴും തുടരുന്നത് ഹമാസിന്റെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചു. ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്ന സ്വന്തം സൈനികർക്കുള്ള വേതനം പോലും നൽകാൻ സാധിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 900 ഷെക്കൽസ്, അതായത് 21,317 രൂപ മാത്രമാണ് ഹമാസ് അംഗങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞത്. ഹമാസിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോഴുള്ളത്. ഹമാസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്നതായും ചില സൂചനകളുണ്ട്. ഹമാസിന്റെ നേതാക്കളെയാണ് പ്രധാനമായും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. പ്രധാന നേതാക്കൾ ഇല്ലാതായാൽ ആ സംഘടന തനിയെ കാലക്രമേണ ഇല്ലാതാവും എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ.